നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം ടോപ്പ് 7 at 7-ലേക്ക്. മസാല ബോണ്ടിലെ ഇ.ഡി. നോട്ടീസിൽ മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ നോട്ടീസ് റദ്ദാക്കണം എന്നാവശ്യം. കിഫ്ബിയുടെ ഹർജിയിൽ നേരത്തെ നോട്ടീസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, മസാല ബോണ്ടിലെ ഇ.ഡി. നോട്ടീസിൽ മുഖ്യമന്ത്രി ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഹർജിയിൽ ചോദിക്കുന്നത്? ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി ഇ.ഡി. അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് കിഫ്ബിയെ കൂടാതെ മുഖ്യമന്ത്രിക്കും നോട്ടീസ് അയച്ചത്. ഈ കാരണം കാണിക്കൽ നോട്ടീസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ കിഫ്ബി ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ കാരണം കാണിക്കൽ നോട്ടീസിന്മേലുള്ള തുടർ നടപടികൾ സ്റ്റേ ചെയ്ത് അനുകൂലമായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് കിഫ്ബിക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് കിട്ടുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി കൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ഹർജി നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇ.ഡി. അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് അത് നിയമവിരുദ്ധമാണെന്നുള്ള ഒരു വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇ.ഡിക്ക് ഈ ഫെമ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട്, അതായത് മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു നോട്ടീസ് അയക്കാനായിട്ട് ഒരു നിയമപരമായിട്ട് അധികാരമില്ല. അത് മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇ.ഡി. നോട്ടീസ് ഒക്കെ തന്നെ അയക്കുന്നത്. ഇതിൽ മറ്റു ചില ഉദ്ദേശങ്ങളുണ്ട് തുടങ്ങിയ വാദഗതികളാണ് മുഖ്യമന്ത്രിയുടെ ഹർജിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കിഫ്ബിയുടെ ഹർജിയിൽ നേരത്തെ സ്റ്റേ ലഭിച്ച ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ ഇ.ഡി. ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ അപ്പീൽ നൽകിയിരുന്നു. അതിനിടയിൽ തന്നെയാണ് സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചുകൊണ്ട് ഇ.ഡിയുടെ നോട്ടീസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ സമീപിച്ചിരിക്കുന്നത്. ഇരു ഹർജികളും ഒന്ന് സിംഗിൾ ബെഞ്ചിന് മുന്നിൽ, അതായത് മുഖ്യമന്ത്രിയുടെ ഹർജി സിംഗിൾ ബെഞ്ചിന് മുന്നിലും ഇ.ഡിയുടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിന് മുന്നിലുമായിരിക്കും വരുന്നത്. എന്തായാലും ഇ.ഡി. പറയുന്നത് ഈ ഫെമ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട്, വികസന പദ്ധതികൾക്ക് മാത്രമേ ഇത്തരത്തിൽ കിഫ്ബിയിലെ മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള സമാഹരിച്ച തുക അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഈ ഭൂമി വാങ്ങിയിട്ടുണ്ട് കിഫ്ബി, അതുകൊണ്ട് തന്നെ ഇത് ഫെമ ചട്ടത്തിന്റെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ രേഖകൾ ഹാജരാക്കി മറുപടി നൽകണം ഈ കക്ഷികളായിട്ടുള്ള എല്ലാവരും എന്നുള്ളതാണ് ഇ.ഡിയുടെ നിലപാട്. പക്ഷേ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാതെ ഉടനടി ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് മുഖ്യമന്ത്രിയും കിഫ്ബിയും കടന്നത്. എന്തായാലും കിഫ്ബിക്ക് സ്റ്റേ ഇടക്കാല ഉത്തരവ് കിട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഉടൻ തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. രോഹിണി. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ റിമാൻഡിൽ. കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. കോടതിയിൽ ശ്രീകുമാർ ജാമ്യ ഹർജി സമർപ്പിക്കും. എം മനോജ് ചേരുന്നു. മനോജ്, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ശ്രീകുമാർ റിമാൻഡിലായിരിക്കുന്നു. എത്രത്തോളം നിർണായകമാണ് ശ്രീകുമാറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ അന്വേഷണ സംഘത്തിന് ലഭ്യമാകുന്ന വിവരങ്ങൾ? കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അതായത് മുഴുവൻ പ്രതികൾ നോക്കുകയാണെങ്കിൽ 7ാമത്തെ അറസ്റ്റാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ശ്രീകുമാറിന്റേത്. ശ്രീകുമാർ ഈ ദ്വാരപാലക ശില്പ കേസിലാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ ദ്വാരപാലക ശില്പങ്ങൾ ശബരിമലയിൽ നിന്നും കൊണ്ടുപോകുന്ന ആ സമയത്ത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ശ്രീകുമാർ. അതോടൊപ്പം തന്നെ കൊണ്ടുപോകുമ്പോഴും തിരിച്ചു കൊണ്ടുവരുമ്പോഴും മഹസറിൽ ഒപ്പിട്ടതും ഈ ശ്രീകുമാർ ആയിരുന്നു. എന്നാൽ ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷയിലെ വാദം എന്ന് പറയുന്നത് താൻ ചാർജ് എടുത്ത ശേഷം, അതായത് 2 ദിവസം കഴിയുമ്പോഴാണ് അവിടേക്ക്, അതായത് മുരാരി ബാബു നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന സമയത്ത് ചെയ്തു വെച്ച കാര്യങ്ങൾ അതിനുശേഷം ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുവാനായി വരുമ്പോൾ തന്നോട് തനിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ച അനുസരിച്ചാണ് മഹസർ ഒപ്പിട്ടതെന്നും അതോടൊപ്പം തന്നെ തിരിച്ചു കൊണ്ടുവന്നപ്പോഴും ആ തരത്തിലാണ് നിർദ്ദേശാനുസരണം ചെയ്തു എന്നുള്ള കാര്യമാണ് ഈ അപേക്ഷയിലൊക്കെ പറയുന്നത്. എന്തായാലും ജാമ്യാപേക്ഷ നേരത്തെ തന്നെ കോടതികളിൽ സമർപ്പിച്ചിരുന്നു, ഹൈക്കോടതിയിൽ അടക്കം സമർപ്പിച്ചിരുന്നെങ്കിലും മുൻകൂർ ജാമ്യം എല്ലാം തന്നെ തള്ളിപ്പോയി. പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് വിജിലൻസ് കോടതിയിൽ കൊണ്ട് വരികയും ഹാജരാക്കിയ ശേഷം 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ജാമ്യ ഹർജി സമർപ്പിക്കുമ്പോഴും അത് തള്ളാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. പ്രോസിക്യൂഷൻ വാദവും അത് തന്നെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഈ മഹസറിൽ ഒപ്പുവെച്ചത്. അതുകൊണ്ട് തന്നെ അയാൾക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് SITയുടെ കണ്ടെത്തൽ. എന്തായാലും ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ള ഒരു ആശങ്ക നേരത്തെ തന്നെ നിലനിന്നിരുന്നു. SITയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസങ്ങളിലൊന്നും തന്നെ മറ്റ് അറസ്റ്റിലേക്കൊന്നും നീങ്ങിയിരുന്നില്ല. വീണ്ടും പത്മകുമാറിന് ശേഷമാണ് ഇപ്പോൾ ശ്രീകുമാർ കൂടെ അറസ്റ്റിലായിരിക്കുന്നത്.
ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല ദേവസ്വം ഭണ്ഡാരം കാണാൻ IG കയറിയ സംഭവത്തിൽ താക്കീതുമായി ദേവസ്വം ബെഞ്ച്. പുറത്തുനിന്ന് ആരും പ്രവേശിക്കരുതെന്ന ഹൈക്കോടതി നിർദ്ദേശം മറികടന്നാണ് IG കയറിയത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് കോടതി ഇടപെടൽ. നിലയ്ക്കൽ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറിലെ പോലീസിന്റെ അനധികൃത ഇടപെടലിനെയും ഹൈക്കോടതി വിമർശിച്ചു. ഭക്തർക്ക് വേണ്ടിയാണ് സ്പോട്ട് ബുക്കിംഗ് കൗണ്ടർ മുഴുവനും. ഒരു കൗണ്ടറിൽ പോലീസിന് വേണ്ടപ്പെട്ടവരെ മാത്രം അനുവദിക്കുന്ന രീതി അംഗീകരിക്കാനാകില്ലെന്നും കോടതി. നിലയ്ക്കലിലെ 7 സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളിൽ ഒന്ന് പോലീസ് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമായി ഉപയോഗിക്കുന്നുവെന്നും ഭക്തർക്ക് ഈ കൗണ്ടറിൽ കൂടി പാസ് അനുവദിക്കാത്തതും ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടായി സമർപ്പിച്ചതോടെയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടൽ. ഭക്തർക്ക് വേണ്ടിയാണ് മുഴുവൻ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുടെയും പ്രവർത്തനം. ഒരു കൗണ്ടർ പോലീസിന് മാത്രമായി മാറ്റിയെടുത്ത നടപടി അംഗീകരിക്കാനാകില്ലെന്ന് കോടതി കുറ്റപ്പെടുത്തി. തുടർന്ന് ഇക്കാര്യത്തിൽ സർക്കാർ അഭിഭാഷകനോട് വിശദീകരണവും തേടിയിട്ടുണ്ട്. സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളിൽ പോലീസിന്റെ അനധികൃത നിയന്ത്രണം സംബന്ധിച്ച വാർത്ത ജനം ടിവിയാണ് പുറത്തുവിട്ടത്. അതിനിടെ ശബരിമല ദേവസ്വം ഭണ്ഡാരം കാണാൻ IG കയറിയ സംഭവത്തിൽ ഹൈക്കോടതി താക്കീതും ചെയ്തു. ദേവസ്വം ഭണ്ഡാരത്തിനടുത്തേക്ക് പുറത്തുനിന്നും ആരും പ്രവേശിക്കരുതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഹൈക്കോടതി നിർദ്ദേശം മറികടന്നായിരുന്നു ശബരിമലയിലെ പോലീസ് ജോയിന്റ് കോർഡിനേറ്ററായ IG ശ്യാം സുന്ദർ ദേവസ്വം ഭണ്ഡാരം കാണാൻ കയറിയത്. ഇക്കാര്യം എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുകയായിരുന്നു. ജനം, കൊച്ചി. ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ച് 1 മാസം പിന്നിടുമ്പോൾ റെക്കോർഡ് വരുമാനം. നടവരവ് ഇതുവരെ 210 കോടി രൂപയായി. അരവണ വിൽപ്പനയിലൂടെ മാത്രം ലഭിച്ചത് 106 കോടി രൂപയാണ്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, പറയൂ. രോഹിണി, ഇത്തവണ ശബരിമല തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വർധനവ് നടവരവിലുമുണ്ട്. 210 കോടി രൂപയാണ് തീർത്ഥാടനം ആരംഭിച്ച 33 ദിവസം പിന്നിടുമ്പോൾ നടവരവായി ലഭിച്ചിരിക്കുന്നത്. 106 കോടി രൂപ അരവണ വിൽപ്പനയിലൂടെ തന്നെ ലഭിച്ചിട്ടുണ്ട്. 28 ലക്ഷത്തോളം ഭക്തരാണ് മണ്ഡലകാലം ആരംഭിച്ച് ഈ 1 മാസത്തിനിടയിൽ ദർശനം നടത്തിയത്. ഇത് മുൻ വർഷത്തേക്കാൾ കൂടുതലാണ്. മുൻ വർഷത്തേക്കാൾ ഏകദേശം 5 ലക്ഷം ഭക്തരുടെ വർധനവ് ഇത്തവണ കൂടുതലാണ്. മുൻ വർഷത്തേക്കാൾ ഏകദേശം 5 ലക്ഷം ഭക്തരുടെ വർധനവ് ഇത്തവണ ഉണ്ട്. വലിയ ഭക്തജന പ്രവാഹം മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ സന്നിധാനത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നടവരവിലും പ്രതിഫലിച്ചു എന്നുള്ളതാണ്. വലിയ വർധനവ്, മുൻ വർഷത്തേക്കാളൊക്കെ വലിയ വർധനവ്, റെക്കോർഡ് വർധനവ് എന്ന് പറയാവുന്ന രീതിയിലാണ് ഇത്തവണത്തെ നടവരവ്. 210 കോടി രൂപ എന്നുള്ള വരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ അരവണ വിൽപ്പനയിൽ പ്രതിദിനം 4 ലക്ഷത്തിന് മുകളിൽ അരവണ ടിന്നുകളാണ് വിറ്റുപോകുന്നത്. ഈ അരവണ വിൽപ്പനയിലും വലിയ വർധനവ്. നട തുറന്ന് ആദ്യ ദിവസങ്ങളിൽ 1.5 ലക്ഷത്തിന് മുകളിൽ ടിൻ അരവണകളും പിന്നീട് അത് 2 ലക്ഷമാവുകയും 3 ലക്ഷമാവുകയും വർദ്ധിക്കുകയും ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 4 ലക്ഷത്തിന് മുകളിൽ അരവണ ടിന്നുകളാണ് പ്രതിദിനം വിൽപ്പന പോകുന്നത്. ഇപ്പോൾ അരവണയുടെ കരുതൽ ശേഖരത്തിൽ ഉൾപ്പെടെ കുറവ് വന്നിട്ടുണ്ട്. പ്രതിദിനം 3 ലക്ഷത്തിനടുത്ത് അരവണ കരുതൽ ശേഖരത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കാനാണ് സാധിക്കുന്നത്. ഇത് അരവണ ഉൽപ്പാദനത്തിൽ അരവണ വിൽപ്പനയിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള ഒരു ആശങ്കയും ദേവസ്വം ബോർഡിനുണ്ട്. അതുകൊണ്ട് തന്നെ അരവണ വിൽപ്പനയിൽ ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ആൾക്ക് വാങ്ങാനാവുക 20 ടിൻ അരവണ മാത്രമാണ്. ബോക്സ് അരവണകൾ 10 എണ്ണം അടങ്ങുന്ന ബോക്സ് അരവണകൾ നൽകുന്നതിലും നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ കരുതൽ ശേഖരം ഇല്ല. കരുതൽ ശേഖരത്തിൽ കുറവുണ്ടാകും. അത് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് മണ്ഡല പൂജയും ഒപ്പം മകരവിളക്ക് തീർത്ഥാടന കാലത്തിലേക്കൊക്കെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ ഭക്തജനത്തിരക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് അരവണ വിൽപ്പനയെ പ്രതിസന്ധിയിലാക്കുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോൾ അരവണ വിൽപ്പനയിൽ നിയന്ത്രണം. 20 അരവണ ടിന്നുകൾ മാത്രം ഒരാൾക്ക് നൽകുകയുള്ളൂ എന്നുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ നിയന്ത്രണം ഇനിയും തുടരുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയ ഒരു തീർത്ഥാടന കാലമായി ഈ തീർത്ഥാടന കാലം മാറുന്നു. അത് നടവരവിലും പ്രതിഫലിക്കുന്നു. 210 കോടി രൂപ നടവരവിലൂടെ മാത്രം ഈ 33 ദിവസം കൊണ്ട് ലഭിച്ചിരിക്കുന്നു. 106 കോടി രൂപ അരവണ വിൽപ്പനയിലും ലഭിച്ചിരിക്കുന്നു. 4 ലക്ഷം ടിൻ അരവണയാണ് പ്രതിദിനം ശരാശരി വിൽപ്പനയും ഉണ്ടാകുന്നത്. രോഹിണി. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ മാറ്റി. ശാസ്താംകോട്ട DB കോളേജിലേക്കാണ് മാറ്റിയത്. നിലവിൽ സസ്പെൻഷനിലായിരുന്നു. സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വച്ച വിഷയത്തിന് പിന്നാലെയാണ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. അതേസമയം VC നിയമനത്തിൽ സമവായത്തിന് പിന്നാലെയാണ് അനിൽകുമാർ വിഷയത്തിലും സർക്കാരിന്റെ മുട്ടുമടക്കൽ. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ?
രോഹിണി, കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ തർക്കത്തിൽ സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നു എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. KS അനിൽകുമാറിനെ കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതായത് KS അനിൽകുമാറിനെ കൊല്ലം ദേവസ്വം ബോർഡ് കോളേജിലേക്ക്, ശാസ്താംകോട്ടയിലെ ദേവസ്വം ബോർഡ് കോളേജിലേക്കാണ് ഇപ്പോൾ ഡെപ്യൂട്ടേഷനിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. അവിടെ പ്രിൻസിപ്പൽ തസ്തികയിലേക്കാണ് ഇപ്പോൾ KS അനിൽകുമാറിനെ മാറ്റിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ വലിയ രീതിയിൽ ഈ VC രജിസ്ട്രാർ തർക്കം നിലനിന്നിരുന്നു. ഭാരതാംബ സെനറ്റ് ഹാളിൽ ഭാരതാംബ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് രജിസ്ട്രാറെ ഈ കോളേജിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള നീക്കങ്ങളെല്ലാം അതായത് ചാൻസലറായിരുന്ന ഗവർണറെ കോളേജിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള നീക്കങ്ങളെല്ലാം രജിസ്ട്രാർ നടത്തിയിരുന്നു. അതിന് പിന്നാലെ വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാകുകയും ഇതിൽ തുടർന്ന് സസ്പെൻഷനിലാകുകയും ചെയ്തതാണ് അനിൽകുമാർ. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സമവായം എന്ന നിലയിൽ സർക്കാർ VC വിഷയത്തിലൊരു സമവായം രാജ്ഭവനുമായി നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അനിൽകുമാറിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും കേരള സർവകലാശാലയിൽ നിന്ന് മാറ്റി തിരിച്ച് കൊല്ലം ശാസ്താംകോട്ടയിലെ ദേവസ്വം ബോർഡ് കോളേജിലേക്ക് പ്രിൻസിപ്പൽ തസ്തികയിലേക്കാണ് ഇപ്പോൾ പുനർനിയമനം നടത്തിയിരിക്കുന്നത്. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. CPM നേതൃത്വവുമായി പല തവണ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിച്ച ജമാഅത്തെ ഇസ്ലാമി. ചർച്ചകൾ നടന്നുവെന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചിരുന്നു. 2011 പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബുർ റഹ്മാൻ കോഴിക്കോട് വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിരുന്നെങ്കിലും അതിങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അവകാശവാദം. അവര് ഞങ്ങളെ കാണണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് സംസാരിക്കാൻ്റെ അവസരം തന്നുകൂടെ? അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവരവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി. ഒരു ഘട്ടത്തിൽ അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് അവർ പറഞ്ഞു ഇത് സോൾഡാറ്റിയുടെ നേതാക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ. രാഷ്ട്രീയ പിന്തുണ ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി തറപ്പിച്ചു പറയുമ്പോഴാണ് 2011 CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനുമായി ഗസ്റ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ മുജീബുർ റഹ്മാൻ തന്നെ വ്യക്തമാക്കുന്നത്. 2011 മാർച്ചിൽ നടന്ന ചർച്ചയാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് നടന്ന ചർച്ചയാണ്. അതിന് മീഡിയകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരിങ്ങോട്ട് സലാം പറഞ്ഞു, ഞാൻ അങ്ങോട്ടും സലാം പറഞ്ഞു എന്നാണ്. അപ്പോൾ സലാം പറയൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. അതിനെയാണ് അദ്ദേഹം ലാസ്റ്റ് സ്ഥിരീകരിച്ചത്. സ്ഥിരീകരിച്ചപ്പോൾ അദ്ദേഹം ചമച്ച ഒരു ന്യായമാണ് പിന്നീട് അദ്ദേഹം നടത്തിയ ഡയലോഗ്. ഇലക്ഷനിൽ ആവശ്യമുള്ളവർ ഞങ്ങളോടാണല്ലോ ആവശ്യപ്പെടുക. അത് സാമാന്യമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന അർത്ഥത്തിൽ അദ്ദേഹം അതിൽ വളരെ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത്. മാത്രമല്ല അതിനുശേഷവും ഒരുപാട് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. ഞാനത് വെളിപ്പെടുത്താത്തത് അദ്ദേഹത്തെ പോലെ ചില കോൺഫിഡൻഷ്യൽ ടോക്ക് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. LDFുമായും UDFുമായും പരസ്പരം സഹകരണമുണ്ടായിട്ടുണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി സമ്മതിക്കുമ്പോൾ ഇനി എന്താണ് ഇടത് വലത് മുന്നണികളുടെ നീക്കമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ജനം, കോഴിക്കോട്. പോറ്റിയെ KTA പാലടിപ്പാട്ടിനെതിരായ പരാതിയിൽ തിരുവാഭരണ പാത സംരക്ഷണ സമിതിക്ക് ബന്ധമില്ലെന്ന് സമിതി ചെയർമാൻ K. ഹരിദാസ്. പരാതി നൽകിയ പ്രസാദ് കുഴിക്കാല സംഘടന വിട്ടുപോയ ആളാണ്. പരാതിക്കു പിന്നിൽ ഗൂഢലക്ഷ്യമെന്നും ചിലരെ രക്ഷിക്കാനുള്ള ശ്രമമെന്നും ഹരിദാസ് ആരോപിച്ചു. അതേസമയം പാട്ടിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് CPM വ്യക്തമാക്കി. പോറ്റിയെ KTA സ്വർണം ചെമ്പായി മാറ്റിയ എന്ന ഗാനത്തിനെതിരെ DGPക്ക് നൽകിയ പരാതി തള്ളിയിരിക്കുകയാണ് തിരുവാഭരണപാത സംരക്ഷണ സമിതി ചെയർമാൻ. പരാതി നൽകിയ പ്രസാദ് കുഴിക്കാല സംഘടന വിട്ടുപോയ ആളാണെന്നും പരാതിക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്നും സമിതി ചെയർമാൻ K. ഹരിദാസ് പറഞ്ഞു. സ്വർണ്ണക്കൊള്ളക്കെതിരെ പരാതി നൽകാതെ അനാവശ്യ പരാതി നൽകി ചിലരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തിരുവാഭരണപാത സംരക്ഷണ സമിതി രജിസ്റ്റേർഡ് സംഘടനയല്ലെന്നും ഒരു കൂട്ടായ്മ മാത്രമാണെന്നും ഹരിദാസ് കൂട്ടിച്ചേർത്തു. ശബരിമല അയ്യപ്പൻ്റെ തിരുവാഭരണം കടന്നു പോകുന്ന പാത സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിലക്കാൻ തെറ്റിപ്പിരിഞ്ഞ് വേറെ സംഘടനയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതെന്തും ആയിക്കോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
എന്താണ് അതിൻ്റെ ഇൻറ്റൻഷൻ? ആചാരത്തെ സംരക്ഷിക്കാനാണോ? വിശ്വാസത്തെ സംരക്ഷിക്കാനാണോ? ക്ഷേത്രത്തെ സംരക്ഷിക്കാനാണോ? ആണെങ്കിൽ ഇതിനു മുമ്പ് നടന്ന സംഭവത്തെയൊക്കെ അപലപിക്കണ്ടേ? 2 ദിവസം കൂടി മുൻ പ്രസിഡന്റുമാർ ജയിലിൽ കിടക്കുക, തിരുവാഭരണം കമ്മീഷണർ ജയിലിൽ കിടക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയിലിൽ കിടക്കുക. അപ്പോൾ അതിനെ ഒന്നും അപലപിക്കാതെ, അതിലൊന്നും ഒരു പ്രതിഷേധം പോലും രേഖപ്പെടുത്താതെ പോറ്റിയെ കയറ്റിയോ മാറ്റിയോ, പോറ്റിയെ കയറ്റിയെ സ്വർണ്ണം ചെമ്പാക്കി മാറ്റിയെ, സ്വർണ്ണപ്പാളി മാറ്റിയെ, ശാസ്താവിന്ദനം ഊറ്റിയെ, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഒരു പാരടിപ്പാട്ടാണ്. എന്തുമായിട്ട് അത് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ അതാണോ അപരാധം, അതോ സ്വർണം മോഷ്ടിച്ചതാണോ അപരാധം? അതേസമയം പാരടി വേണ്ടെന്നല്ല, പാട്ടിലെ അയ്യപ്പൻ പരാമർശം ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും DGPക്ക് പരാതി നൽകിയ പ്രസാദ് കുഴിക്കാല അറിയിച്ചു. പാരടി ഗാനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. പാരടി ഉപയോഗിച്ചത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നാണ് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ വാദം. നാളെ ചേരുന്ന പത്തനംതിട്ട ജില്ലാ നേതൃയോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമാകും പരാതി നൽകുക. ജനം, പത്തനംതിട്ട. ജയിൽ ആസ്ഥാനത്തെ DIG MK വിനോദ് കുമാറിനെതിരെ കേസെടുത്ത വിജിലൻസ്. പണം വാങ്ങി തടവുകാർക്ക് അനധികൃത സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കേസെടുത്തത്. ജയിലാസ്ഥാനത്തെ DIG ആയ വിനോദ് കുമാറാണ് കൈക്കൂലി വാങ്ങിക്കൊണ്ട് തടവുകാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്. പരോൾ അനുവദിക്കുന്നതിനായി 1,80,000 രൂപ കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജയിലിനുള്ളിൽ തടവുകാർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി കുറ്റവാളികളുടെ ബന്ധുക്കളിൽ നിന്നും വിനോദ് കുമാർ പണപ്പിരിവ് നടത്തി. ഗൂഗിൾ പേ വഴിയും DIG പണപ്പിരിവ് നടത്തിയെന്നാണ് വിവരം. സംഭവത്തിൽ ഉദ്യോഗസ്ഥനെതിരെ നേരത്തെ പരാതി ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് ഇന്റലിജൻസ് ആണ് വിജിലൻസിന് വിവരങ്ങൾ കൈമാറിയത്. മുൻപും പല കേസുകളിലും വിനോദ് കുമാർ ആരോപണ വിധേയനായിട്ടുണ്ട്. 2 തവണ സസ്പെൻഷൻ അടക്കം ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ് MK വിനോദ് കുമാർ. ജനം, തിരുവനന്തപുരം. ശബരിമല ദർശനത്തിന് എരുമേലി അഴുതക്കടവ് കാനനപാതയിലൂടെ എത്തുന്ന ഭക്തർക്കുള്ള പ്രത്യേക പാസ് പുനഃസ്ഥാപിക്കണമെന്ന ജനം TV വാർത്തയിൽ നടപടി. പാസ് അനുവദിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ വ്യക്തമാക്കി. അന്തിമ തീരുമാനം ഉടനുണ്ടാകും. 46 കിലോമീറ്റർ കാൽനടയായി എത്തുന്ന ഭക്തർക്ക് ദർശനത്തിന് പ്രത്യേക പാസ് അനുവദിക്കണം എന്ന ആവശ്യം ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇടപെടൽ. ജനം ഇംപാക്ട്. എരുമേലിയിൽ നിന്ന് 46 കിലോമീറ്റർ നടന്നു വന്നിട്ടും ഞങ്ങൾക്ക് യാതൊരുവിധ സൗകര്യവും ഇവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈ സത്രം പുല്ലുമേട് വഴിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഈ അയ്യപ്പന്മാർക്കും ഉണ്ടാകണമെന്നാണ് ബഹുമാനപ്പെട്ട സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. എരുമേലി അഴുതക്കടവ് പമ്പാപാതയിലൂടെ ഭക്തർ 41 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് സന്നിധാനത്തെത്തുന്നത്. ഈ കാനനപാതയിലൂടെ എത്തുന്ന ഭക്തർക്കും നേരത്തെ ദർശനത്തിന് പ്രത്യേക പാസ് ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. സന്നിധാനത്തെ ക്യൂവിൽ കാത്തുനിൽക്കാതെ ദർശനം ക്രമീകരിക്കുന്നതായിരുന്നു രീതി. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുൻവർഷം പ്രത്യേക പാസ് നൽകുന്നത് റദ്ദാക്കി. ഇതോടെ ഈ കാനനപാത വഴി എത്തുന്ന ഭക്തരും മരക്കൂട്ടം മുതൽ ക്യൂവിൽ മണിക്കൂറുകളോളം കാത്തുനിൽക്കണം. ഈ സാഹചര്യം ഒഴിവാക്കാൻ പ്രത്യേക പാസ് സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു ആവശ്യം. ഇക്കാര്യത്തിൽ ഉടൻ നടപടിയുണ്ടാകുമെന്നും പ്രത്യേക പാസ് അനുവദിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ വ്യക്തമാക്കി. പിന്നെ കാനനപാതയിൽ പാസ് കൊടുക്കുക തുടങ്ങിയ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. നമ്മൾ സ്പോട്ട് ബുക്കിംഗ് കുറച്ചുകൂടെ റിലാക്സ് ചെയ്തിട്ടുണ്ട് എന്നൊരു ആവശ്യമുണ്ട്. അത് ഫോറസ്റ്റുകാരായിട്ട് സംസാരിക്കണം. കൊടുക്കാമെന്നാണെന്ന് എരുമേലിയുള്ള മീറ്റിംഗ് നമ്മൾ തീരുമാനിച്ചപ്പോൾ കൊടുക്കാം. പുല്ലുമേട് സത്രം കാനനപാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് പ്രത്യേക പാസ് സംവിധാനത്തിലൂടെയാണ് ദർശനം. ഇതേ രീതി എരുമേലി അഴുതക്കടവ് കാനനപാത വഴി എത്തുന്നവർക്കും ക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഭക്തർ ദേവസ്വം മന്ത്രിക്കും ബോർഡ് പ്രസിഡന്റിനും കത്ത് നൽകിയിരുന്നു. ജനം, സന്നിധാനം. സമുദ്ര സുരക്ഷയിലും കപ്പൽ നിർമ്മാണത്തിലും സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് പുതിയ ഊർജം. ആദ്യ തദ്ദേശീയ ഡൈവിംഗ് സപ്പോർട്ട് ക്രാഫ്റ്റ് DSC A20 ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കൊച്ചി നേവൽ ബേസിൽ ചൊവ്വാഴ്ച നടന്ന ചടങ്ങിൽ തദ്ദേശീയ യാനം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തു. തീരദേശ മേഖലകളിൽ നാവികസേനയുടെ ജലാന്തര പ്രവർത്തനങ്ങൾ സുഗമമാക്കുക എന്നതാണ് DSC A20യുടെ പ്രധാന ലക്ഷ്യം. കടലിനടിയിലെ പരിശോധനകൾ, അറ്റകുറ്റപ്പണികൾ, രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഈ തദ്ദേശീയ യാനം വലിയ സഹായകമാകും. കൊൽക്കത്തയിലെ ടിറ്റാഗഡ് റെയിൽ സിസ്റ്റം ലിമിറ്റഡാണ് 5 കപ്പലുകളടങ്ങിയ ഈ പദ്ധതിയിലെ ആദ്യ യാനം നിർമ്മിച്ചത്. 390 ടൺ ഡിസ്പ്ലേസ്മെന്റുള്ള ഈ യാനം മികച്ച സ്ഥിരത നൽകുന്ന ആധുനിക കാറ്റമരൻ ഹൾ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്.
തദ്ദേശീയമായ രൂപകൽപ്പനയും നിർമ്മാണവും വഴി പ്രതിരോധ മേഖലയിലെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ മികച്ച ഉദാഹരണമാണ് ഈ യാനമെന്ന് യാനം കമ്മീഷൻ ചെയ്ത വൈസ് അഡ്മിറൽ സമീർ സക്സേന പറഞ്ഞു. 2025 നാവികസേന കമ്മീഷൻ ചെയ്യുന്ന 11ാമത്തെ കപ്പലാണിത്. ചടങ്ങിൽ DSA-20 കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കമാൻഡർ ഹേമന്ത് സിംഗ് ചൗഹാൻ കമ്മീഷനിംഗ് വാറന്റ് വായിച്ചു. ജനം, കൊച്ചി. കൊല്ലം തലവൂരിൽ NDA സ്ഥാനാർത്ഥിയായി വിജയിച്ച ഗൗരിക്ക് സന്തോഷം ഇരട്ടിയാണ്. കാരണം ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ പരീക്ഷാഫലം പുറത്തുവന്ന വേളയിലായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയവും. MA എക്കണോമിക്സിൽ യൂണിവേഴ്സിറ്റിയിലെ 1ാം റാങ്കാണ് ഗൗരി കരസ്ഥമാക്കിയത്. ഈ റിപ്പോർട്ടോടെ ടോപ്പ് 7 at 7 പൂർണ്ണമാകുകയാണ്. തലവൂർ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി രൂപീകരിച്ച 18ാം പടി വാർഡിലെ NDA സ്ഥാനാർത്ഥിയായിരുന്നു ജെ ഗൗരി. വോട്ടെണ്ണൽ ദിനം ഗൗരി ഉണ്ടായിരുന്നത് തന്റെ സർവകലാശാലയിലായിരുന്നു. ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ MA എക്കണോമിക്സ് വിദ്യാർത്ഥിയായിരുന്ന ഗൗരി വിദ്യാഭ്യാസത്തിലും പൊതുപ്രവർത്തനത്തിലും മികവ് പുലർത്തി. അതിന്റെ ഫലമെന്ന് തന്നെ പറയാം. സർവകലാശാലയിലെ 1ാം റാങ്കുകാരിയായി. ഒപ്പം തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയവും. ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. എന്റെ ബിരുദാനന്തര ബിരുദം നേടിയത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മണ്ഡലത്തിലായിരുന്ന സമയത്താണ് ഞാൻ ഈ വിവരം അറിയുന്നത്. അത് മാത്രമല്ല, എനിക്ക് റിസൾട്ട് വന്നപ്പോഴാണ് അറിഞ്ഞ 1ാം റാങ്ക് ഉണ്ടായിരുന്നു. അതിന്റെ ഗോൾഡ് മെഡൽ ഫംഗ്ഷന്റെ സമയത്തായിരുന്നു ഞാൻ ഈ റിസൾട്ട് അറിയുന്നത്. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി. 2 മധുരങ്ങളായിരുന്നു, ഇരട്ടി മധുരമായിട്ടാണ് എന്റെ മുൻപിലേക്ക് വന്നത്. അതിനെ 2നെ ഞാൻ ചേർത്ത് നിർത്തുന്നു. അതോടൊപ്പം എനിക്ക് ഇങ്ങനൊരു അവസരം നൽകിയ 18ാം പടി വാർഡിലെ ജനങ്ങൾക്കും എന്നോടൊപ്പം പ്രവർത്തിച്ച എന്റെ പ്രവർത്തകർക്കും പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് ഞാൻ മത്സരിച്ചത്. അപ്പൊ പാർട്ടിയോടും പാർട്ടി പ്രവർത്തകരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒട്ടേറെ പ്രതിസന്ധികൾക്കിടയിലും ഗൗരി പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നു. ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇതിന് നിൽക്കുന്നതിനും കാര്യങ്ങൾക്കും. അച്ഛനും അമ്മയും അനിയനും അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അവരൊക്കെ മാക്സിമം എല്ലാ കാര്യങ്ങളിലും ഒരുപാട് പ്രതിസന്ധികളിൽ അറിയാം. ഒരു മാസ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടതകളും ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയ ഇടമായിരുന്നു. പക്ഷെ അവരെല്ലാരും എന്നെ ഒരുപാട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഇനിയുള്ള ദിനങ്ങളിൽ ജനങ്ങളുടെ പ്രതിനിധിയായി ഈ വിദ്യാർത്ഥിനി തലവൂരിലുണ്ടാകും. വിദ്യാസമ്പന്നരായ യുവതലമുറയെ വാർത്തെടുക്കുന്നതോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയിലൂന്നി അവരെ പൊതുസമൂഹത്തിന് ഉതകുന്ന തരത്തിൽ മാറ്റിയെടുക്കുന്ന രാഷ്ട്രീയമാണ് NDAയിലൂടെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുക. ജനം, കൊല്ലം.